മിശ്രഭിന്നം കൂട്ടുന്ന ഒരു ചോദ്യം ചെയ്താലോ? ഇത് പ്രീവിയസ് ആണ്, നമുക്ക് നോക്കാം. 1 4/7 പ്ലസ് 7 1/3 പ്ലസ് 3 3/5. ഇതിന്റെ ഉത്തരം എന്താണ്? അപ്പൊ നമുക്ക് ഇതിനകത്തിലെ എന്തൊക്കെയാണ്? ഓരോ മിശ്രഭിന്നത്തിലും ഒരു പൂർണ്ണസംഖ്യയും കാണും, ഒരു ഭിന്നസംഖ്യയും കാണും. ഈ പൂർണ്ണസംഖ്യയെല്ലാം ആദ്യം നമുക്ക് കൂട്ടാം. 7 3 10 1 11. ഇത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഭിന്നസംഖ്യ സെപ്പറേറ്റ് കൂട്ടാം. 4/7 പ്ലസ് 1/3 പ്ലസ് 3/5. ഇനി നോക്കിയാൽ ഈ ഭിന്നസംഖ്യയിലെ LCM എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് 3 എണ്ണത്തിനകത്തും കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. 1 മാത്രമാണ് ഇവിടുത്തെ കോമൺ ഫാക്ടർ. അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ LCM എടുക്കാൻ ഈ 3 എണ്ണത്തിനും കൂടെ നമ്മൾ ഗുണിക്കണം. 7 × 3 21, 21 × 5 105. അപ്പം 11 അവിടെ കിടക്കട്ടെ. ബ്രാക്കറ്റിലുള്ളത് 105 ആണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ ഛേദമായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. 3 കൊണ്ട് ഗുണിച്ചു. ഇനി ഓരോ ഭിന്നവും 105 ആക്കാൻ വേണ്ടി, അതായത് ഛേദം 105 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 7നെ 105 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ബാക്കി രണ്ടുള്ള ഈ സംഖ്യകളുടെ കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 5 × 3 അതിൽ നിന്ന് 15 × 4 ചെയ്താൽ മതി. 15 × 4 എത്രയാണ്? 4 × 15 60 ഇവിടെ വന്നു. പ്ലസ് ഇനി ഇവിടെ ഈ 3 105 ആകാൻ ഈ രണ്ട് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 5 35. 35 × 1 35 തന്നെ അവിടെ വന്നു. പ്ലസ് ലാസ്റ്റില് ഈ 5നെ 105 ആക്കാൻ 7 3 21. 21 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഈ 3നെ ഗുണിച്ചാൽ മതി. 5നെ ഈ 21 കൊണ്ട് ഗുണിച്ചാൽ 105 ആകും. ആ 105 ആകാൻ അതേ 7 × 3നെ നമ്മൾ മേളിൽ വിട്ട് പഠിക്കും. അങ്ങനെയാണ് 3 × 7 × 3 എന്ന് വരുന്നത്. അപ്പൊ നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത്? അവിടെ മൊത്തത്തിൽ വരുമ്പോഴത്തേനും 63 വരും അല്ലെ? 63. അതായത് 21 × 3 ചെയ്യുമ്പോഴത്തേന് 63 വരും. അപ്പൊ അത് ക്ലോസ് ആയി. ഇനി 11 അവിടെ തന്നെ കിടക്കട്ടെ. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടുന്നത്? 60 60 120. 120 30 150 8 158 ഭാഗം 105 എന്ന് വരും. ഇപ്പൊ കിടക്കുന്നത് ഒരു മിശ്രഭിന്നമാണ്. അതായത് 11 പൂർണ്ണസംഖ്യ, ഇതൊരു ഭിന്നസംഖ്യ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് ഒരു ഭിന്നസംഖ്യയായിട്ട് കിടക്കുന്നത്, ഇത് മിശ്രഭിന്നം. അപ്പൊ ഈ മിശ്രഭിന്നത്തെ മാറ്റി നമ്മൾ വിഷമഭിന്നം ആക്കണം. വിഷമഭിന്നം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു മിശ്രഭിന്നമാണെങ്കിൽ വിഷമഭിന്നമാക്കണം. വിഷമഭിന്നം എന്ന് പറഞ്ഞാൽ അംശം കൂടുതലും ഛേദം കുറവുമായിരിക്കും. ഇവിടെയുള്ള 3 ഓപ്ഷനുകളിൽ അംശം കുറവാ, ഛേദമാണ് കൂടുതൽ. അപ്പൊ ഇത് 3 അല്ലെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഒറ്റ ഒരെണ്ണമുള്ള ഓപ്ഷനിൽ ഈ ഛേദത്തിനെക്കാളും കൂടി നിൽക്കുന്നത് ഇവിടാണ്, അംശം കൂടി നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പം ഓപ്ഷൻ ഡി 1313/105 ആണ് നമ്മുടെ ഉത്തരം. ഇനി അതെങ്ങനെയാണ് വന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കുന്നത് പൂർണ്ണസംഖ്യ ഗുണം ഛേദം ചെയ്യുക. അപ്പൊ 105 × 11 ചെയ്യുക. 5 0 1 5 0 1 5 5 1 1. അപ്പൊ 1755 കിട്ടിയല്ലോ ഇത് രണ്ടും ഗുണിച്ചപ്പം. ഇനി അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 158 കൂട്ടണം. 158. 8 5 13. 5 5 10 1 11. ഇവിടെ 3 വരും, ഇവിടെ 1 വരും. അപ്പൊ നമുക്ക് അംശം 1313 കിട്ടി. ഛേദം അത് തന്നെ എടുത്തെഴുതണം 105. അപ്പം 1313/105 ആണ് നമ്മുടെ ഉത്തരം.